ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വ്ളോഗ് എടുക്കണം വിചാരിച്ചില്ല, ഫുള്ളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചില്ല. പിന്നെ പകുതിയിൽ നിന്നാണ് ആലോചിച്ചത് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അത് കാരണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ 4 മണിക്കൊക്കെ എണീച്ച് അമ്മ കുളിക്കാനൊക്കെ പോയി. അതിന് ശേഷം ഞാനമ്മയും കൂടെ ഓട്ടോറിക്ഷയിൽ പോയി അമ്പലത്തിൽ പോയായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയതുമേ ഞങ്ങൾക്ക് മതിയായി, കണ്ടപ്പോഴേ തൃപ്തിയായി. എന്താ തിരക്ക് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയി എന്തായാലും ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അറിയില്ലല്ലോ, 4ാമത്തെ വർഷമാണ് അച്ഛൻ്റെ. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ വെക്കുക, കുറേ പേര് ഈ സംഭവമൊന്നും ഇല്ലാണ്ട് തനിച്ച് പോയിട്ട് ഇങ്ങനെ വെക്കാറൊക്കെ ഉണ്ട് അവിടെ. അത് നമുക്കറിയില്ല. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. ചേച്ചി അനിയത്തിയും ഏട്ടനാരും വന്നില്ല. അപ്പോൾ ശരി, ഞാൻ തന്നെ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ തന്നെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മയും ഞാൻ അടുത്ത് തന്നെ പോയിരുന്ന് ചെയ്തായിരുന്നു. അവർ പറഞ്ഞ പോലെയൊക്കെ നമ്മളത് ചെയ്ത് അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന ശേഷം മാവ് ഇന്നലെ ആട്ടാൻ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയി, അമ്മായിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു, അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന് അതിന് ശേഷം ചിക്കൻ വാങ്ങാൻ പോയി. ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരി എന്തായാലും ചിക്കൻ വാങ്ങാൻ പറഞ്ഞപ്പോൾ അമ്മ ഞങ്ങൾ ചിക്കൻ കടയിൽ, ഞാനും എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ, അവളും ഞാനും കൂടി ചിക്കനൊക്കെ വാങ്ങി. അതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ചെറിയൊരു ക്ലിപ്പ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ അതിനോട് അരിയാം, കുമ്പളങ്ങ മുറിക്കാം. കുമ്പളങ്ങ മുറിക്കണം. പാലക്കാടൻ കുമ്പളങ്ങ ചിക്കൻ കറി ഞാൻ ഗൈസ്. അപ്പോൾ ഇഞ്ചി പൂണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നേരാക്കിയിട്ട് പിന്നെ കാണിച്ചു സവാള അപ്പോഴിങ്ങനെ മേലെ കയറണം. ഇവിടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ സവാള മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചു, കഴുകി വെച്ചു, അരിഞ്ഞ് വെച്ചു. ഇനി കൂട്ടാൻ റെഡിയാക്കാം. കുമ്പളങ്ങ നന്നായി വണക്കാം കേട്ടോ ഗൈസ്. അപ്പോഴേക്ക് ചട്ടി കരിഞ്ഞു ഗൈസ്, എൻ്റെ കൂട്ടാനിൽ കരിഞ്ഞു. മഞ്ഞപ്പൊടിയും ഉപ്പോട്ട് വേവിക്കാൻ ഇടുക. ഉള്ളി, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ കുമ്പളങ്ങ ചാർന്ന് പറ്റുക. ഇത്ര മതി. ഇഞ്ചിയും വണങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ രാവിലെ മുതൽ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. നന്നായിട്ട് കഴിച്ചത് രാവിലെ വരെ ഒരു ഫുഡ് പോലും കഴിക്കാതെ അച്ഛന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്. എന്നിട്ട് വണക്കിയ ശേഷം തക്കാളി അരിയ കേട്ടോ. തക്കാളി ഇടാം. ഞാൻ ഒരു തക്കാളി മാത്രം ഇട്ടുള്ളൂ. കുമ്പളങ്ങ ചാറ് കുറച്ച് വയ്ക്കണത് വേണം. ഒരു തക്കാളി മാത്രമേ ഇട്ടുള്ളൂ. മതി. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 4 സ്പൂൺ ഇടാം. വണക്കുന്നതിൽ കുറച്ചിട്ട് ഗരം മസാല ഏകദേശം വെന്തു. മുളക് പൊടി അതെല്ലാം ഇടുന്നത് ഒരു 1/2 സ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി ഇട്ടില്ല, ടേസ്റ്റ് ചാറിന് 2 സ്പൂൺ ഉപ്പ്, ചിക്കൻ പൊടി നിറയില്ല, മതി. ഓക്കെ ചെയ്തോ ഗൈസ്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ചാറിന് തേങ്ങ ഇടണം. അപ്പോൾ തേങ്ങയും കൂടി ചെറിയത്തിന് തേങ്ങ അരയ്ക്കാം. അപ്പോൾ വരക്കണം, അതിലെല്ലാം ഇട്ടു ഗൈസ്. വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ കുമ്പളങ്ങ ചാറ് വെച്ച് കഴിഞ്ഞു ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വന്നിട്ടോ ഇന്നത്തെ വ്ളോഗ് ഗൈസ്. അപ്പോൾ പിന്നെ ജിജു വന്നു പുറത്ത് പോകണം പറയാം. ഉള്ളിൽ വന്നാൽ പുറത്ത് പോകണം പറയാം.
കുഞ്ഞിപ്പെണ്ണ് വെച്ച് കൊടുക്കും, കുഞ്ഞിപ്പെണ്ണ് വെച്ച് കൊടുക്കും. നോക്ക് എൻ്റെ കൈ ഇവിടെ തുടിക്കുന്നു, അറിയണ്ട വിചാരിക്കാം. കാക്കാതാ പോണു ഇവിടെ വരുന്നില്ല. ഓ ഗൈസ്, അപ്പോൾ നമ്മളെ കാക്കയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയി. രാവിലെ തൊട്ട് ഫുഡ് കഴിച്ചില്ല ഗൈസ്. അപ്പോൾ കാക്കയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാക്ക വരുന്നില്ല. ഇവിടെ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ കാക്ക വന്നു ഗൈസ്. എടുക്കും എടുത്തിട്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകാം ദോശ. കാക്കയ്ക്ക് എടുത്തു, ദോശ കഴിക്കാൻ പോവാം. എങ്ങനെയുണ്ട്? ഉപ്പുമുളകൊക്കെ ഉണ്ടാ? ഉപ്പുമുളകൊക്കെ ഉണ്ടാ? എരിവ് മാത്രം കൂടിട്ടാ. ഞാൻ അത്ര എരിവിടാത്ത ഒരാളാണ്. എന്നാലും എരിവ് കുമ്പളങ്ങ ചാറ് കുഴപ്പമില്ല അല്ലേ? എരിവില്ല. കുമ്പളങ്ങ ചാറ് എരിവില്ല. ഗ്രേവി പോലെ ഇത്